Good morning, dears. Today we are discussing on writing letters. ഇപ്പോൾ നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓതൻറ്റിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് റൈറ്റിംഗ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് പ്ലാനിങ് എ ലെറ്റർ. ഹൗ ക്യാൻ വി പ്ലാൻ എ ലെറ്റർ? ഒരു ലെറ്റർ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്മൾ ടെക്സ്റ്റൊക്കെ പറയുന്നത് ഡു എ സാപ്പ് എന്നാണ്. SAP. സാപ്പ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, എസ്, എ ഡിനോട്ട്സ് ഓഡിയൻസ്, പി ഡിനോട്ട്സ് പേർപ്പസ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു essay ചെയ്യുന്ന സമയത്ത് അവിടെ ഓഡിയൻസ് അനാലിസിസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വൺ സബ്ജക്റ്റ് അനാലിസിസ്, സെക്കൻഡ് വൺ ഓഡിയൻസ് അനാലിസിസ്, തേർഡ് വൺ പേർപ്പസ് അനാലിസിസ്. എന്താണ് വിഷയം, ആരാണോ നമ്മുടെ ഈ ഒരു ലെറ്റർ സ്വീകരിച്ചിരിക്കുന്നത്, എന്താണ് ഈ വിഷയത്തിൻ്റെ ഉദ്ദേശം, ഈ ഒരു മൂന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴാണ് ഒരു ലെറ്റർ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പറയാണ് അവിടെ നിങ്ങൾ ദ പ്രോസസ് റിക്വയേഴ്സ് യു ടു ആസ്ക് ആൻഡ് ആൻസർ 3 questions. അല്ലെ, 3 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്കൊരു പ്ലാനിങ്ങിൻ്റെ തുടക്കം ആരംഭിക്കാൻ പറ്റുന്നു. അതിലൊന്ന്, വാട്ട് ഈസ് ദ സബ്ജക്റ്റ്, ടോപ്പിക് ഓഫ് യുവർ ലെറ്റർ. നിങ്ങളുടെ ലെറ്ററിൻ്റെ സബ്ജക്റ്റ് എന്താണ്? ഹൂ ഈസ് യുവർ ഓഡിയൻസ്? ഈ ലെറ്റർ ആരാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങൾ ലെറ്റർ അയക്കുന്നത്? അതാണ് ഹൂ വിൽ ദ റിസീവർ യുവർ ലെറ്റർ. ആരായിരിക്കും നിങ്ങളുടെ ലെറ്ററിൻ്റെ റിസീവർ. മൂന്നാമത്തത്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് യുവർ ലെറ്റർ. എന്താണ് ഈ ലെറ്ററിൻ്റെ ഉദ്ദേശം, എന്താണ്? ഇങ്ങനെയുള്ള വി ആർ ആസ്കിങ് 3 questions ടുവാർഡ്സ് അസ്. അല്ലെ, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ് 3 ക്വസ്റ്റ്യൻസ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഗ്യാദർ ദ ഇൻഫർമേഷൻ യു നീഡ്. അല്ലെ, നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുക. ആൻഡ് ഡു വാട്ട് എവർ അഡീഷണൽ റിസർച്ച് ഈസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ലെറ്റർ. ലെറ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികമായിട്ട് ആവശ്യമായ വിവരങ്ങളൊക്കെ ശേഖരിക്കുക. പിന്നെ മേക്ക് എ സിമ്പിൾ 1, 2, 3. അല്ലെ, നമ്മൾ സാധാരണ ഒരു പ്രീ റൈറ്റിംഗ് സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സംഭവമാണ് point 1, point 2, point 3 എന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള point 1 ആയിട്ട് എഴുതും. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ലെറ്റർ കിട്ടില്ല, നമ്മളതിൻ്റെ ഗ്രാഫായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റഫായിട്ട് എന്ത് ചെയ്യണം? 1, 2, 3 പോയിന്റ് എഴുതണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അതിന് കൂടെ ലെസ് ഇമ്പോർട്ടൻ്റ് ഉള്ള, മോർ ലെസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാറ്റഗറൈസേഷനെ നടത്തണം. അങ്ങനെ പറഞ്ഞാൽ വിവരങ്ങൾ, അതായത് നമുക്ക് ലഭ്യമാവുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക? 3 ആയിട്ട് തിരിക്കാൻ നടത്തും കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദ ഓർഡർ യു വാണ്ട് ടു പ്രസൻറ്റ് ദം. അല്ലെ, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അതിന് ഓർഡർ ചെയ്യാൻ നടത്താണ്. അതാണ് 1, 2, 3 എന്ന് പറയുന്നത്. പിന്നെ നൗ സിറ്റ് ഡൗൺ ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഇരിക്കുക, റൈറ്റിംഗ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? യു ക്യാൻ സ്റ്റാർട്ട് യുവർ ലെറ്റർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ഡു എ സാപ്പ്, ഗ്യാദർ ദി ഇൻഫർമേഷൻ, റൈറ്റിംഗ്. ഈ 3 സ്റ്റെപ്പുകളാണ് പ്ലാനിങ്ങിൽ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ്. അല്ലേ, ലെറ്റേഴ്സിൻ്റെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ടു താങ്ക്, ഒരാളോട് നന്ദി പറയാൻ. ടു അപ്പോളജൈസ്, ഒരാളോട് മാപ്പ് പറയാൻ. ടു ഗീവ് ന്യൂസ്, ഒരാൾക്ക് വിവരം കൊടുക്കാൻ, ഇൻഫർമേഷൻ കൊടുക്കാൻ, വാർത്തകൾ കൊടുക്കാം. ടു ഇൻവൈറ്റ്, ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടാവും. പിന്നെ ടു റിക്വസ്റ്റ് ന്യൂസ്, അല്ലേ, റിക്വസ്റ്റ് ലെറ്റർ. പിന്നെ അങ്ങനെ ടു മേക്ക് എ റിന്യൂ കോണ്ടാക്ട് വിത്ത് സമ്മൺ. ആരോടെങ്കിലും എന്ത് ചെയ്യുക? നമ്മുടെ മുമ്പുണ്ടായിരുന്ന കോണ്ടാക്റ്റ് പുതുക്കുക, അല്ലേ, റിന്യൂ ചെയ്യുക. ഇങ്ങനെയുള്ള പല ടു മേക്ക് സ്ട്രെങ്തൻസ്, അല്ലെ, ടു റിപ്ലൈ അനദർ ലെറ്റർ. ഒരു ലെറ്ററിന് നമ്മൾ എന്ത് ചെയ്യുക? മറുപടി കൊടുക്കുക. അങ്ങനെ പലതരത്തിലുള്ള പേർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. ഇൻവിറ്റേഷൻ ഉണ്ട്, താങ്കിങ് ലെറ്റേഴ്സ് ഉണ്ട്, റിക്വസ്റ്റ് ലെറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പല
തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. അതാണ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ ലെറ്റർ അനുസരിച്ച് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളടക്കം കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്യും, മാറും എന്നർത്ഥം അല്ലേ. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ എന്താണെങ്കിൽ എന്തായാലും അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു ഫുൾഫിൽ മൈ സജഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഏകദേശം അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഒരേപോലെ ആണെങ്കിലും അതിൻ്റെ കണ്ടൻറ്റുകളിൽ എന്തുണ്ടാവും, ഈ ലെറ്ററിൻ്റെ ടൈപ്സ് അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ജനറൽ ഫോർമാറ്റ് ഓഫ് എ പേഴ്സണൽ ലെറ്റർ അല്ലേ. ഒരു പേഴ്സണൽ ലെറ്ററിൻ്റെ പൊതുവായിട്ടുള്ള ഫോർമാറ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അതായത് ദി ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദി പേജ് റൈറ്റ് യുവർ അഡ്രസ് ആൻഡ് ദി ഡേറ്റ്, സംടൈംസ് ദ അഡ്രസ് ഈസ് നോട്ട് നെസസറി അല്ലേ. അപ്പോൾ അതാണ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ ആരെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം. പിന്നെ ബിഗിൻ യുവർ ലെറ്റർ വിത്ത് എ ഗ്രീറ്റിംഗ് ഓഫ് സം കൈൻഡ്, ഡിയർ അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്താണ് ലെറ്റർ എഴുതുന്ന സമയത്ത് ഡിയർ സർ അല്ലേ, ഡിയർ ഫ്രണ്ട് അല്ല, അങ്ങനെയുള്ള ഒരു എന്താണ് ഒരു സല്യൂട്ടേഷൻ നമ്മൾ കൊടുക്കും. പിന്നെ യൂസ് ദി ഫസ്റ്റ് പാരഗ്രാഫ് ടു സെറ്റ് ദി സീൻ ആൻഡ് ടു സ്റ്റേറ്റ് ദ മെയിൻ പേർപ്പസ് ഓഫ് ലെറ്റർ ഓഫ് ദി എന്താണ്, അതായത് നിങ്ങളിപ്പോൾ എന്താണ് യൂസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ടു സെറ്റ് ദി സീൻ അല്ലേ, നിങ്ങളുടെ സീൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെ, എന്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നത്. ആൻഡ് ഓർ ടു സ്റ്റേറ്റ് ദ മെയിൻ പേർപ്പസ് ഓഫ് ലെറ്റർ അല്ലേ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു അബൌട്ട് ദ വാട്ടർ ഫാമിൻ ഇൻ യുവർ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നമ്മുടെ ഒരു പ്രശ്നം അവതരിപ്പിക്കണം. അപ്പോൾ പേർപ്പസ് നമ്മൾ എന്ത് ചെയ്യണം, അറിയിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻവൈറ്റ് യു ആൻഡ് യുവർ ഫാമിലി ടു മൈ മാരേജ് ഫംഗ്ഷൻ അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എന്താണോ പേർപ്പസ്, ആ പേർപ്പസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സല്യൂട്ടേഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ കൊടുക്കണം. പിന്നെ ഓർഗനൈസ് ദ റെസ്റ്റ് ഓഫ് യുവർ ലെറ്റർ ഇൻ ടു പാരഗ്രാഫ് അല്ലെ, ബാക്കിയുള്ള ഭാഗത്തുകൾ ഓരോ പാരഗ്രാഫായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, എഴുതണം. ഇൻ ജനറൽ പൊതുവായിട്ട് യു ഷുഡ് ബിഗിൻ എ ന്യൂ പാരഗ്രാഫ് എവറി ടൈം യു ചേഞ്ച് ടോപ്പിക്സ് അല്ലെ. നിങ്ങൾ ടോപ്പിക്സ് മാറുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ല സോറി വിഷയം മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പോയിന്റ് മാറുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പാരഗ്രാഫ് മാറ്റി കൊടുക്കണം. ദിസ് മേ നോട്ട് ബി നെസസറി ഇൻ എ ഷോർട്ട് ലെറ്റർ, ചെറിയ ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത്, പിന്നെ ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് പങ്ക്ച്വേഷൻ റൂൾസ് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം, കുറേ പങ്ക്ച്വേഷൻ റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റൈറ്റിംഗ് മെക്കാനിക്സ് ഒക്കെ പഠിച്ച ഭാഗത്ത് അല്ലേ, അവിടെ ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെയുള്ള സംഭവത്തിലൊന്നും നിങ്ങൾ കൂടുതൽ എന്താണ് വറി ആവേണ്ട ആവശ്യം ഇല്ല. യു ക്യാൻ ഓഫൺ യൂസ് ഡാഷ് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ സ്റ്റോപ്പ് ഓർ കോമ, ഈവൺ എ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ. ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോമ ഫുൾ സ്റ്റോപ്പൊക്കെ വരുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് മാർക്ക് ചെയ്താൽ മതി, ചെറിയൊരു ഡാഷ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ യു ക്യാൻ യൂസ് എക്സ്ക്ലമേഷൻ മാർക്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് അണ്ടർലൈനിങ് ടു ആഡ് എംഫസിസ് അല്ലേ. നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഊന്നൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗമാണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുക, പിന്നെ അണ്ടർലൈൻ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. യൂസ് ദി ലാസ്റ്റ് പാരഗ്രാഫ് ടു സെൻഡ് ഗുഡ് വിഷസ്. അവസാനത്തെ പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് അവർക്ക് നല്ല വെൽ വിഷസ് എന്താണ് ബെസ്റ്റ് വിഷസ് നേരുന്ന, പിന്നെ ഗുഡ് ബൈ പറയുന്ന, മെൻഷൻ ഫ്യൂച്ചർ മീറ്റിംഗ്സ് ആൻഡ് സോ ഓൺ അല്ലേ, നിങ്ങളുടെ ഭാവിയിലുള്ള മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളാണ് നിങ്ങൾ അവസാനത്തെ പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് കോമൺ ടു ബിഗിൻ ദിസ് പാരഗ്രാഫ് വിത്ത് എ റീസൺ ഫോർ എൻഡിങ് ദ ലെറ്റർ അല്ലേ. അപ്പോൾ എന്താണ് അവസാനം എന്താണ് ഐ കാൺ ടു പ്രൊലോങ് മൈ ലെറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ലെറ്റർ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ ലെറ്റർ അവസാനിപ്പിക്കേണ്ടതെന്ന് അർത്ഥം. പിന്നെ ഫിനിഷ് യുവർ ലെറ്റർ വിത്ത് എ ഫാർവെൽ മെസ്സേജ് ഓഫ് സം കൈൻഡ്. കോമൺ എൻഡിങ്സ് ആ അല്ലേ, വിത്ത് ലവ്, ബെസ്റ്റ് വിഷസ്, സി യു സൂൺ, റിഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലെറ്റർ അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ സാധാരണ പഠിച്ച രീതി തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോർമാറ്റാണ് സാധാരണ നിങ്ങൾ ഒരു പേഴ്സണൽ ലെറ്ററിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ലുക്ക് അറ്റ് എ സാമ്പിൾ പേഴ്സണൽ ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ പേജ് നമ്പർ 135. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. പിന്നെ ഫോർമൽ ലെറ്ററാണ് അല്ലേ. ഫോർമൽ ലെറ്റർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ എന്ത് ചെയ്യണം,
കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം. പേഴ്സണൽ ലെറ്റർ ആകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്, നമ്മുടെ ഫ്രണ്ട്, നമുക്ക് ഏറ്റവും നമ്മുടെ അങ്ങനെയുള്ള ഏറ്റവും നമ്മുടെ പേഴ്സണൽ ഇൻറ്റിമേഷൻ അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഫോർമൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേജ് നമ്പർ 120 ലുക്ക് അറ്റ് ദി ഗിവൺ ബിലോ ആൻഡ് ലെറ്റസ് ഗെറ്റ് ഇൻ ഐഡിയ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് എ ഫോർമൽ ലെറ്റർ. ഇതിൽ നമ്മൾ കാര്യമായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓൾ ദി ലൈൻസ് അലൈൻ ടുവാർഡ്സ് ലെഫ്റ്റ് മാർജിൻ, ലെഫ്റ്റ് മാർജിനോട് ചേർത്ത് വെച്ചിട്ട് തന്നെ എല്ലാ ലൈനുകളും കൃത്യമായിട്ട് എഴുതുക. അത് വളരെ നമ്മുടെ ഇയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഇയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് ഒക്കെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ നീട്ടിപ്പരത്തിയതിന് അപ്പുറം വളരെ ചുരുങ്ങിയ സ്റ്റേറ്റ്മെൻറ്റ് കൂടുതൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ള രൂപത്തിൽ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. അത്തരം അക്കാഡമിക് വേർഡ്സൊക്കെ ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോർമൽ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ദ സെൻറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് ദി നെയിം ഈസ് ഗിവൺ ഫസ്റ്റ് ആൻഡ് ദി ഡേറ്റ് ഈസ് ഗെറ്റ് ഡ്രാഫ്റ്റ് ലിവിങ് എ സ്പേസ്. കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മുടെ സെൻറ്ററിൻ്റെ അഡ്രസ്സ് എഴുതുക. അവിടെ വിത്തൗട്ട് ദി നെയിം എന്ന് പറഞ്ഞത്? അവിടെ പേര് നമ്മൾക്ക് പ്രാധാന്യമില്ല. അവിടെ അവരുടെ പൊസിഷനാണ് പ്രാധാന്യം. ദ പ്രിൻസിപ്പൽ, ദ മാനേജർ, ദ അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെയുള്ള അവരുടെ പൊസിഷനാണ്. റൈറ്റ് ദി നെയിം, ദ പൊസിഷൻ ആൻഡ് അഡ്രസ് ഓഫ് ദി പേഴ്സൺ ടു whom you are sending the letter. നിങ്ങൾ ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അവരുടെ പേരും പൊസിഷനും കാര്യങ്ങളൊക്കെ എഴുതുക. ഇഫ് യു ഡു നോട്ട് നോ ദ നെയിം ബിഗിൻ വിത്ത് എ പൊസിഷൻ ഓഫ് ദി പേഴ്സൺ. അല്ലെ, നിങ്ങൾക്ക് പേര് എഴുതിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യം ആ പേഴ്സൺ എന്നേക്കാളും പ്രാധാന്യം എന്തിനാണ്? ആ വ്യക്തിക്കാണ്, ആ പൊസിഷനാണ്. പിന്നെ ബിഗിൻ ദ ലെറ്റർ വിത്ത് എ സബ്ജക്റ്റ് ടു മേക്ക് ഇറ്റ് ഈസി ഫോർ ദി റെസിപ്പൻറ്റ്. അല്ലെ, റെസിപ്പൻറ്റ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ, ആരാണോ നമ്മുടെ ലെറ്റർ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? സബ്ജക്റ്റിലേക്ക് വേഗം പോകുക. അവിടെ നമ്മൾ ഒഫീഷ്യാലിറ്റി ഇല്ല. നമ്മൾ ഫോർമൽ ലെറ്റർ ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, എനിക്ക് സുഖമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. നേരെ മറിച്ച് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഫോർമൽ ലെറ്ററിൽ നമ്മൾ പെട്ടെന്ന് ആദ്യം തന്നെ വിഷയത്തിലേക്ക് എന്ത് ചെയ്യണം? വരണം എന്നർത്ഥം. പിന്നെ യു അഡ്രസ് ദി പേഴ്സൺ ബൈ ദ സർനെയിം. ഫസ്റ്റ് നെയിം മേ ബി യൂസ്ഡ് ഓൺലി ഇഫ് യു നോ ഹിം വെരി വെൽ. അല്ലേ, നിങ്ങൾ ഫസ്റ്റ് നെയിമാണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സർനെയിം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കരുത്. നിങ്ങൾ അയാൾ നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണെങ്കിലും ഒരു പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലെറ്റർ ചെയ്യുന്നത് എങ്കിൽ അവരുടെ പൊസിഷനാണ് പ്രാധാന്യം. ഇഫ് യു ആർ നോട്ട് ഷുവർ ഓഫ് ദി നെയിം ആൻഡ് ദി ജെൻഡർ ഓഫ് ദി പൊസിഷൻ യൂസ് ഡിയർ സർ, മാഡം. യു മേ ആൾസോ ദി പേഴ്സൺസ് പൊസിഷൻ അഡ്രസ് ഡിയർ മാനേജർ. അല്ലേ, അപ്പം നിങ്ങൾക്ക് അവരുടെ സർനെയിം കാര്യങ്ങളൊന്നും അവരുടെ ജെൻഡർ അറിയില്ല, അല്ലേ, ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഡിയർ സർ ഓർ ഡിയർ മാഡം അദ്ദേഹത്തിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുക. ബിഗിൻ ദ ലെറ്റർ വിത്ത് ദ പേർപ്പസ് ആൻഡ് റെഫറൻസ് ഇഫ് എനി. അല്ലേ, ലെറ്റർ തുടങ്ങുന്ന സമയത്ത് പേർപ്പസ് എഴുതണം. ബിഗിൻ ദ ലെറ്റർ വിത്ത് ദ പേർപ്പസ് ആൻഡ് റെഫറൻസ് ഇഫ് എനി. ഇത് റെഫറൻസിന് നമ്മൾ സബ്ജക്റ്റ് നമ്മൾ എഴുതും. സാധാരണ റെഫറൻസ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിലേ ആയതിനോ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ലിസ്റ്റ് ഡിലേ ആയതിനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡ്മിഷൻ നമ്പർ, നമ്മുടെ നമ്മുടെ ഹോൾ ടിക്കറ്റ് നമ്പർ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ റെഫർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യും? കണ്ടെത്താൻ പറ്റും കേട്ടോ. പിന്നെ കീപ് ദ പോയിന്റ്. അല്ലേ, പോയിന്റ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബി ബ്രീഫ്, വളരെ ചുരുക്കം ഉണ്ടാവുക. ബട്ട് അറ്റ് ദി സെയിം ടൈം ഗീവ് ഓൾ ദി നെസസറി ഇൻഫർമേഷൻ. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പറയുക? കൃത്യമായ സമയത്ത് കൊടുക്കുക. പിന്നെ കൺക്ലൂഡ് ദ ലെറ്റർ വിത്ത് യുവേഴ്സ് സിൻസിയർലി. അല്ലേ, അവസാനം എന്ത് ചെയ്യണം? യുവേഴ്സ് സിൻസിയർലി. പിന്നെ സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇത് അവോയ്ഡ് ഓപ്ഷൻസ് ലൈക്ക് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് റെസ്പെക്റ്റ്ഫുള്ളി, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. അപ്പോൾ ഏറ്റവും ഉപയോഗിക്കുന്നത് എന്താണ്? യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ വെറും സിൻസിയർലി. പിന്നെ നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് റെസ്പെക്റ്റ്ഫുള്ളി എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്നും കൂടെ നമ്മുടെ ഈ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മൾ പേഴ്സണൽ ലെറ്റർ, ഫോർമൽ ലെറ്ററിൻ്റെ രൂപങ്ങളൊക്കെ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഓരോ ഫോർമൽ ലെറ്ററിൻ്റെ ഒക്കെ രൂപം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായി വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ലെറ്റേഴ്സൊക്കെ തയ്യാറാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കവേഴ്സ് ലെറ്റേഴ്സ്, കവർ ലെറ്റേഴ്സ്. അല്ലേ, കവർ ലെറ്റർ എന്ന് പറഞ്ഞെങ്കിൽ കവർ ലെറ്റർ ആർ യൂസ്ഡ് ടു അസസ് ആൻ അപ്ലിക്കൻ്റ് എബിലിറ്റി ടു റൈറ്റ് ക്ലിയർലി ആൻഡ് കൺസസ്ലി. അല്ലേ, അപ്പോൾ എന്താണ് കവർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മളെ വിലയിരുത്താൻ ഒരു ആപ്ലിക്കൻറ്റ് നമ്മളൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ
അല്ലെങ്കിൽ നമ്മളൊരു ഉദ്യോഗാർത്ഥിയായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളെ വിലയിരുത്താനുള്ള ഒരു ഏറ്റവും വലിയൊരു മാനദണ്ഡമാണ് കവർ ലെറ്റർ. എങ്ങനെയായിരിക്കും നമ്മൾക്ക് വളരെ ക്ലിയറായിട്ട് സംഗതി എഴുതാൻ പറ്റുന്നുണ്ടോ, പിന്നെ കൺസൈസ്ലി അല്ലേ, വളരെ ചുരുക്കി ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം. അതാണ് ഏറ്റവും വലിയ ഒരു റൈറ്റിങ്ങിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത്. നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് ഒക്കെ എന്താണ് വിശകലനം ചെയ്ത ഭാഗത്ത് നമ്മളെല്ലാ സമയത്തും പറയുന്നൊരു സംഭവം കൂടിയാണത് അല്ലേ. നമ്മളെന്ത് ചെയ്യുക, ലെറ്റർ എന്ത് ചെയ്യുക, വാക്കുകൾ എന്ത് ചെയ്യുക, കുറവാകുന്നു. അതേപോലെ തന്നെ ആശയങ്ങൾ എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് കിട്ടുക. ഓക്കെ, കൗണ്ട് ഓൺ your letter receiving carefully scrutiny if you are candidate in a technology field, or if you are an international candidate seeking a position in countries like United States അല്ലേ. അപ്പോൾ നമ്മളെന്താണ് നമ്മൾ വെളിപ്പെടുത്തുക, കൗണ്ട് ഓൺ യുവർ ലെറ്റർ അല്ലേ. ലെറ്റർ തീരുമാനിക്കുന്നു റിസീവിങ് കെയർഫുള്ളി സ്ക്രൂട്ടിനി ഇഫ് യു ആർ കാൻഡിഡേറ്റ് ഇൻ എ ടെക്നോളജി ഫീൽഡ്, ഓർ ഇഫ് യു ആർ ആൻ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ് സീക്കിംഗ് എ പൊസിഷൻ. അപ്പോൾ നമ്മളെല്ലാം ആ ലെറ്റർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതോടുകൂടെ ഒരു ഇൻ്റർനാഷണൽ പൊസിഷനെ അന്വേഷിക്കാനൊക്കെ ഉള്ള എന്താണ് ടാലൻ്റ് ആയ ആളാണോ, അല്ലെങ്കിൽ ഇയാൾ ടെക്നിക്കലി ഇയാൾ സ്കിൽഡ് ആണോ റൈറ്റിങ്ങിൽ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു നമ്മുടെ റെസ്യൂമിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ആ ഒരു എനിക്ക് എന്താണ് ഇത്തരം ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കവർ ലെറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇങ്ങനെ മിസ്റ്റേക്സ് ഇൻ ദ കവർ ലെറ്റർ ക്യാൻ അണ്ടർമൈൻ യുവർ കാൻഡിഡസി അല്ലേ, നിങ്ങളുടെ ഉദ്യോഗാർത്ഥിത്വം അല്ലേ. അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ജോലിക്ക് യോഗ്യനല്ല എന്ന് വരെ വരുത്തി തീർക്കും. അപ്പോൾ നമ്മളെന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പറയാണ് 5 ടോപ്പ് തിങ്സ് റിക്വയർസ് ലുക്ക് ഫോർ എ കവർ ലെറ്റർ. കവർ ലെറ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ്. ഒന്ന്, റീഡബിലിറ്റി. എന്താ റീഡബിലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആർക്കാണോ ഈ ലെറ്റർ അയക്കുന്നത് അയാൾക്ക് വളരെ കൃത്യമായി വായിച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ പറ്റണം. മേക്ക് ഷുവർ ദാറ്റ് ദി ലാംഗ്വേജ് യൂസ് ഇൻ യുവർ ലെറ്റർ ഈസ് ഗുഡ്, ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, ആൻഡ് അപ് ടു ഡേറ്റ് ഇൻ എക്സ്പ്രഷൻസ് അല്ലെ, അപ് ടു ഡേറ്റ് ആയ എക്സ്പ്രഷൻ അല്ലെ. ആ കാലത്തിനും ആ ടെക്നിക്കലായിട്ട് നമ്മുടെ എന്താണ് ഡിസിപ്ലിൻ അനുസരിച്ചുള്ള ഏത് ഡിസിപ്ലിൻ അനുസരിച്ചാണോ നമ്മളിവിടെ ചെയ്യുന്നത് അതനുസരിച്ചുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. പിന്നെ എ സെൻസ് ഓഫ് ദി അപ്ലിക്കൻസ് പേഴ്സണാലിറ്റി അല്ലേ. ഇവിടെ എന്താണ്, ഒരു അപ്ലിക്കൻറ്റിൻ്റെ പേഴ്സണാലിറ്റിയാണ് ഇവിടെ തിട്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഒരു എന്താണ് പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കണം. ഹൗ ആൻ അപ്ലിക്കൻറ്റ് ഫൗണ്ട് ഔട്ട് അബൌട്ട് ദി ജോബ് ഓപ്പണിംഗ് അല്ലേ. ഈ ഒരു ജോബിനെ കുറിച്ച് എങ്ങനെയാണ് അപ്ലിക്കൻ്റ് മനസ്സിലാക്കിയത് അല്ലേ. യെസ്റ്റർഡേ ഐ ഹാവ് സീൻ അല്ലേ, എന്താണ് എൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് ഈ ഒരു ജോലിക്കുള്ള അവസരം ഇങ്ങനെ അപേക്ഷിക്കാനുള്ള അവസരം എങ്ങനെയാണ് കിട്ടിയത് അത് നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിക്കണം. പിന്നെ സംതിങ് ഐ ക്യാച്ചിങ് അല്ലേ, നമ്മുടെ സുപ്പീരിയേഴ്സ് അല്ലേ, നമുക്ക് ജോലി ചെയ്യുന്ന തൊഴിൽദാതാക്കൾ എന്തൊക്കെയുടെ കണ്ണിനെ ശ്രദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല എന്തെങ്കിലും പോയിന്റ് നമുക്കിതിൽ കൊടുക്കാൻ പറ്റണം. എവിഡൻസ് ദാറ്റ് ദ അപ്ലിക്കൻറ്റ് ഹാസ് റിസർച്ച്ഡ് അബൌട്ട് ദി കമ്പനി. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവണം. ആ കമ്പനിൻ്റെ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ പോയിട്ട് ആ കമ്പനി എന്താണ്, ഏത് വർഷമാണ് അത് സ്ഥാപിച്ചത്, എത്ര ഇതുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കവർ ലെറ്റർ എഴുതുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഏത് സമയത്താണ് അല്ലെങ്കിൽ അപ്പോൾ ആ കമ്പനിയെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടാവണം. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മളെന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഈ ഒരു മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ജോലിക്ക് വന്നിട്ടുള്ളത് എന്നൊരു ധാരണ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ഏതൊരു ഫേമിന് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെ ഉണ്ടാവണം, കവർ ലെറ്ററിൽ ഉണ്ടാവണം. ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മളിതിൽ കവർ ലെറ്ററിൽ നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മൾ കവർ ലെറ്ററിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവർ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടാവണം, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം അല്ലേ, അതിനുണ്ടാക്കി കൊടുക്കണം. പിന്നെ ഡേറ്റ്, നിങ്ങൾ ഏത് ഡേറ്റിലാണ് ഇത് ചെയ്തതെന്ന്, എംപ്ലോയേഴ്സ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ, പിന്നെ പാരഗ്രാഫ്
1, 2, 3 3 പാരാഗ്രാഫാണ്. വാട്ട് യു ആർ വൈ യു ആർ റൈറ്റിംഗ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കവർ ലെറ്റർ എഴുതുന്നത്. വാട്ട് യു ഹാവ് ടു ഓഫർ ദം, അല്ലേ, ഈ ഒരു കമ്പനിയുടെ ആളുകൾക്ക് നിങ്ങൾ ഓഫർ ചെയ്യുന്ന കാര്യം എന്താണ്. പിന്നീട് നമ്മൾ പറയുന്നത് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, അല്ലെ, ഈ ജോലിയൊക്കെ കിട്ടുന്നതോടുകൂടെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും, പിന്നെ ഒരു ക്ലോസിങ്, ഒരു എന്താണ് ഈ കൺക്ലൂഷൻ, അല്ലേ, ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു കവർ ലെറ്ററിൽ കാര്യമായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ പേജ് നമ്പർ 130 വാചകം നമ്പർ ലെറ്റസ്റ്റ് ലുക്ക് അറ്റ് എ സാമ്പിൾ പാരഗ്രാഫ്, അല്ലേ, ഓരോന്നിൻ്റെ എന്താണ് സാമ്പിൾ പാരഗ്രാഫും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് എങ്ങനെ ചെയ്യാൻ പറ്റും, സെക്കൻഡ് പാരഗ്രാഫ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവലോകനം അതിൽ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക്സ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക്സ്.